ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഒരു ടീമിനെ ഹെൽമെറ്റ് രക്ഷിച്ച കഥ. ഭാവിയിൽ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിച്ചേക്കാം. ഇറ്റ്സ് നൺ അതർ ദാൻ കേരള വേഴ്സസ് ഗുജറാത്ത് സെമി ഫൈനൽ ഇൻ രഞ്ജി ട്രോഫി 2025. ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം പതുക്കെയാണെങ്കിലും 457 റൺസ് എന്നൊരു ടോട്ടൽ അവിടെ പടുത്തുയർക്കുന്നു. അതിനുശേഷം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്ത് വമ്പൻ ഫ്ലോയിൽ തന്നെയാണ് ബാറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ നിശ്ചിതമായ ഇടവേളകളിൽ കറക്റ്റായിട്ട് വിക്കറ്റ് വീഴ്ത്താൻ കേരളത്തിന് സാധിച്ചു. പക്ഷേ കേരളത്തിൻ്റെ കയ്യിൽ നിന്നും ഗെയിം കൈവിട്ട് പോവുകയാണോ എന്ന് ഇടയ്ക്കത്തെ മൊമെന്റിൽ തോന്നിച്ചു. 5-ാം ദിവസം ലീഡ് ഉയർത്താൻ അവിടെ ഗുജറാത്തിന് വേണ്ടിയിരുന്ന 28 റൺസാണ്. 3 വിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയിൽ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞാൽ ഇത്രയും ഒക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ പറ്റില്ല എന്ന് പറയാം. കാരണം ഇത് റിയാലിറ്റിയിൽ സംഭവിച്ചിരിക്കുകയാണ്. കേരളം ആ 3 വിക്കറ്റുകൾ പിഴുതെറിയുന്നു. അതിൽ അവസാന വിക്കറ്റാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഷോർട്ട് ലെഗിൽ നിന്നിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ ഇടിച്ചിട്ട് അത് സ്ലിപ്പിൽ നിന്ന സച്ചിൻ ബേബി ക്യാച്ച് ചെയ്യുന്നു. അങ്ങനെ 10-ാം വിക്കറ്റ് അവിടെ കൊഴിയുന്നു. കേരളത്തിന് 2 റൺസിൻ്റെ ലീഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രഞ്ജി ട്രോഫിയിലെ നിയമങ്ങൾ അനുസരിച്ച് മാച്ച് ഡ്രോ ആവുകയാണെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ ലീഡുള്ള ടീം അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ് കേരളം ഈ ഒരു റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ആൻഡ് ദ തിങ് ഈസ്, പിന്നീടുള്ള അതായത് ആ 2 റൺസ് ലീഡ് ഉണ്ടായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടുള്ള 75 ഓവറുകൾ സർവൈവ് ചെയ്യുകയോടെ വേണം. ഗുജറാത്ത് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീടുള്ള നിശ്ചിത ഓവറുകളിൽ കേരളത്തിൻ്റെ വിക്കറ്റുകൾ പടപട ചറവറ വീഴ്ത്തിയിട്ട് വേണമെങ്കിൽ ഗുജറാത്തിന് ആ ഒരു ഇന്നിങ്സിലെ ടോട്ടൽ ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്തായിരുന്നാലും മനോഹരമായിട്ട് തന്നെ കേരളം ആ ഒരു ഇന്നിങ്സും ഡിഫെൻഡ് ചെയ്ത് പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ രോഹനസ് കുന്നുമേൽ 69 ബോളിൽ 32 റൺസ് എടുത്തു. പക്ഷേ മറുസൈഡിൽ 34 ബോളിൽ നിന്ന് 9 റൺസുമായിട്ട് അക്ഷയ് ചന്ദ്രൻ വിക്കറ്റായി. നായനാർക്കും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് വന്ന ജലസക്സേന ഇമ്രാൻ കൂട്ടുകെട്ട് ഗുജറാത്തിനെ തകർത്ത് കളഞ്ഞു. കാരണം 90 ബോളിൽ നിന്ന് 37 റൺസുമായിട്ട് ജലസക്സേനയും 57 ബോളിൽ നിന്ന് 14 റൺസുമായിട്ട് ഇമ്രാനും നോട്ട് ഔട്ട് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഡിഫൻസീവ് ഷോട്ടുകളും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള സ്ട്രൈക്ക് റൊട്ടേഷൻ ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന് വേണ്ടിയിട്ട് ബോൾ ചെയ്ത, അതായത് ഗുജറാത്തിനെതിരെ ബോൾ ചെയ്ത് വിക്കറ്റ് വീഴ്ത്തിയ ജലസക്സേനയുടെ ഇന്നിങ്സ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സർവാത്തെ മനോഹരമായിട്ടാണ് അവസാന സ്പെല്ലിൽ എറിഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ കേരളം കൈയിലേക്ക് തിരിച്ചു പിടിച്ചത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇന്നിങ്സിൽ കേരളത്തിന് വേണ്ടി മനോഹരമായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സച്ചിൻ ബേബി, അക്ഷയ് ചന്ദ്രൻ, രോഹനസ് കുന്നുമേൽ. അതോടൊപ്പം തന്നെ അസറുദ്ദീൻ്റെ ഇന്നിങ്സ് ഭയങ്കരമായിട്ടുള്ള ഒരു പില്ലർ ഇന്നിങ്സ് എന്ന് തന്നെ ഈ ഒരു മത്സരത്തിൽ വിശേഷിപ്പിക്കാം. സൽമാൻ നിസാർ, പക്ഷേ സൽമാൻ നിസാറിന് ഇഞ്ചുറി ആയിട്ട് എന്തായാലും അദ്ദേഹത്തിന് സ്കാനിങ്ങിനും മറ്റുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അദ്ദേഹം ഫൈൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറും കേരളത്തിൻ്റെ ഈ ഒരു രഞ്ജി ട്രോഫി ഫൈനൽ പ്രവേശനത്തിന്. മോസ്റ്റ് പ്രോബബിളി ഇപ്പം നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിദർഭ തന്നെയായിരിക്കും കേരളത്തിൻ്റെ ഫൈനലിലെ എതിരാളികൾ. 26-ാം തീയതി ഫെബ്രുവരിയാണ് ഫൈനൽ നടക്കാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റോടുകൂടി തന്നെ കേരളത്തിന് ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനവും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കാൻ വേണ്ടി രേഖപ്പെടുത്തി ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ ഇടുക. ബൈ ബൈസ്.